മറ്റു വാർത്തയിലേക്കാണ്. NCP സംസ്ഥാന ഘടകം പിളർന്നു. ജൂൺ 20-ന് പുതിയ പാർട്ടി പ്രഖ്യാപിക്കും. തോമസ് കെ തോമസിനെ പ്രസിഡന്റാക്കാനാണ് വിമത വിഭാഗത്തിന്റെ നീക്കം. ദേശീയ നേതൃത്വവുമായി ബന്ധം വേണ്ടെന്നും തോമസ് കെ തോമസും AK ശശീന്ദ്രനും പങ്കെടുത്ത യോഗത്തിൽ തീരുമാനം. LDF-ലും സമ്മർദ്ദം ഉണ്ടായിരുന്നെന്നും NDA പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും തോമസ് കെ തോമസ് പറഞ്ഞു. NDAയുമായിട്ടുള്ള ബന്ധം അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. LDF-നെ സംബന്ധിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. NDAയുമായിട്ട് ഒരു ബന്ധവും NCP എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നതല്ല. വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്നത് NCP യെസ് ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേശീയ നേതൃത്വം NDAയുമായിട്ട് ബന്ധമുണ്ട്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും അവർ NDA സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ ശക്തമായിട്ട് എതിർത്തവരാണ്. എന്നാൽ ഞങ്ങളുടെ വാക്കുകൾ അവർ മാനിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ NCP SP-യുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ കാരണം. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ദേശീയ നേതൃത്വത്തിന്റെ NDA ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന തലത്തിലെ അധികാര തർക്കം അത് തന്നെയല്ലേ പുതിയ പാർട്ടിയിലേക്കുള്ള നീക്കം? ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഈ പിളർപ്പിൽ നിന്ന് പിളർപ്പിലേക്ക് വീണ്ടും NCP മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അധികാരം തന്നെയായിരുന്നു പ്രധാനം. ആ സമയത്തും പറഞ്ഞത് NDAയുമായിട്ടുള്ള സഖ്യം കക്ഷി എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയാണ് NCPയിലെ സംസ്ഥാന ഘടകം NCP ശരത് പവാർ വിഭാഗം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു ബ്രാക്കറ്റ് എല്ലാം അവർക്ക് സ്വന്തമായി തന്നെ അവർ കൽപ്പിച്ച് നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് ശരത് പവാർ എന്നല്ല, ഒരുപക്ഷെ സെക്യുലർ എന്ന് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും എന്ന രീതിയിലാണ്. അത് എസ് എന്നതിനെ ഒരു പേരിലേക്ക് ചുരുക്കേണ്ടതില്ല എന്നതാണ്. എന്താണെങ്കിലും തോമസ് കെ തോമസിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു വിഭാഗമായി ഉടലെടുക്കാൻ തുടങ്ങുമ്പോൾ PC ചാക്കോയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ അവിടെ പ്രകടമായി തന്നെ രംഗത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് PC ചാക്കോ സമാനമായൊരു യോഗം വിളിക്കുകയും അവിടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ അറിഞ്ഞതാണ് AK ശശീന്ദ്രൻ വിഭാഗം ഇത്തരത്തിലൊരു കൂടിയാലോചന നടത്തി പുതിയൊരു പാർട്ടിയുമായി രംഗത്തേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന്. പക്ഷേ തോമസ് കെ തോമസിനെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം തോമസ് കെ തോമസും AK ശശീന്ദ്രൻ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത. അതിൻ്റെ പുറത്താണ് മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാകണം എന്നതിനെ ചൊല്ലി വലിയ വാശിയും വൈരാഗ്യവും എല്ലാം നിലനിന്നിരുന്ന ആ സമയത്തെല്ലാം തോമസ് കെ തോമസ് PC ചാക്കോടൊപ്പം നിലയുറപ്പിച്ച ഒരാളായിരുന്നു. എന്താണെങ്കിലും PC ചാക്കോ നിലവിൽ ദേശീയ നേതൃത്വത്തോട് ഐക്യപ്പെട്ട് തന്നെ പോകാൻ തീരുമാനിച്ചപ്പോൾ അത്തരമൊരു ഐക്യപ്പെടൽ ആവശ്യമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പുതിയൊരു വിഭാഗം. അവർ പറയുന്നത് 14 ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യമെല്ലാമാണ്. അവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ന് നടന്ന യോഗത്തിൽ പുതിയൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ജൂൺ 20-ന് പുതിയ പാർട്ടിയെ പ്രഖ്യാപിക്കും, പാർട്ടിയുടെ പേര് പ്രഖ്യാപിക്കും, പാർട്ടിയുടെ അജണ്ട എന്നിവയെല്ലാം പ്രഖ്യാപിക്കും. LDF-ഉമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് തങ്ങളായിരിക്കും എന്നൊരു കാര്യം കൂടി ഒരു ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. മാത്രമല്ല താൽക്കാലികമായിട്ടൊരു കോർ കമ്മിറ്റി 9 അംഗ കോർ കമ്മിറ്റി ആയിരിക്കും പാർട്ടിയുടെ തീരുമാനങ്ങളും നയപരമായ കാര്യങ്ങളും തീരുമാനിക്കുക. അതിനെ നിലവിൽ AK ശശീന്ദ്രനും തോമസ് കെ തോമസും നേതൃത്വം നൽകും. തോമസ് കെ തോമസ് തന്നെ ഇതിൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. ജൂൺ 20-ന് കൊച്ചിയിൽ നടക്കുന്ന പരിപാടിയിൽ പാർട്ടിയുടെ പുതിയ അജണ്ടയും പേരും അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കും എന്ന കാര്യം കൂടിയാണ് അറിയുന്നത്. NCP പിളർന്ന് 2 ഘട്ടമാകുന്നതോടുകൂടി കേരളത്തിൽ പുതിയൊരു പാർട്ടി കൂടി ഉടലെടുക്കുകയാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ശരി, ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.